ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പ്രധാനമാണെന്ന് മാത്രം, വാക്ക് മാത്രമാണെന്ന് വരരുത്, വാക്ക് പാലിക്കുന്നതാണെന്ന് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാക്ക് പ്രധാനമാണെന്ന് പറയുമ്പോൾ വാക്ക് പാലിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു സമീപനം ശ്രീ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ എടുത്താൽ കൊടുക്കാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടം തീർക്കണ്ടേ? ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിക്ക് 3000-ഓളം കോടി രൂപ കടമായി കൊടുക്കാനുള്ളത് ബാക്കി വെച്ചിട്ടാണ് പോയത്. ഇവിടുന്ന് കിട്ടുന്നത് 100-500 കോടി രൂപയാണ്, 500 കോടി രൂപയാണ്. അപ്പൊ ആ പൈസ എടുത്ത് കൊടുത്താൽ നിങ്ങൾ വരുത്തി വെച്ചിരിക്കുന്ന ഈ കടം ആര് കൊടുക്കും? ആ കടം കൊടുത്താൽ മാത്രമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പെട്രോൾ ഡീസൽ വില വർധന ഏറ്റവും കൂടി നിന്ന സമയത്താണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ പേരിൽ അങ്ങ് ധനകാര്യമന്ത്രിയായിരുന്നപ്പോ ഇന്ധന സെസ് 2 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത്. അല്ല, അങ്ങ് അന്നത്തെ എന്റെ പ്രസംഗവും കൂടി ഒന്ന് കോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്.